എന്നാ ശരി, ഞാൻ ഒന്ന് വിളിക്കാനെങ്കിൽ നോക്കിട്ട് വരാം. ആ ചെല്ല്. ആ ഇവിടെ വരുത്തോണ്ടല്ലേ. വാ. താനത്തോടും കുതൂരം അടിക്കോളൂ. അല്ല സാർ, സല്യൂട്ട് അടിച്ചതാണ്. ഇങ്ങനെയുള്ള സല്യൂട്ട് വേണ്ട കേട്ടോ. ആ താനിവിടെ ഞങ്ങളിവിടെ 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് താൻ കറക്റ്റായിട്ട് ഉത്തരം തരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ പട്ടാളത്തിലേക്ക് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ദ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് നൗ. എടോ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് എടോ 10:30 ഇന്റർവ്യൂ വെച്ചത്. സമയത്താണോ ഇപ്പൊ? സമയം നോക്കണം. സമയത്താണോ ഇപ്പൊ? സാർ അത് നാണോ മാനില്ലായിരുന്നു സാർ. നാണോ മാനോ ഇല്ലായിരുന്നോളൂ. ഇവിടെ 10:30 ഇന്റർവ്യൂ വരാൻ തനിയെന്താണോ നാണോ മാനോ? സാർ നാണോ അമ്മാവൻ വീട്ടിലില്ലായിരുന്നു. തന്റെ വീട്ടിൽ എത്ര പേരുണ്ടോ? എന്റെ വീട്ടില് 10-12 പേരുണ്ട്. ഷക്കീർ, സുക്കൂർ, ജബ്ബാർ, എല്ലാം. മതി. തന്റെ അച്ഛൻ എന്താണ് പണി? ഇതൊക്കെ തന്നെയാണ് സാർ പണി. അച്ഛൻ ഇപ്പോഴും ഉണ്ടോ? ഇല്ല. നന്നായി. ഒന്ന് കാണാൻ. എടോ, തന്റെ മുഖത്തെന്താണോ ഒരു പാട്? സാർ അത് ഭാര്യ ഒരു പൂവെടുത്തെറിഞ്ഞതാ. ഒരു പൂവെടുത്തെറിഞ്ഞ എന്തിനാണോ ഇത്രയും വലിയൊരു പാട് വരുന്നേ? കൂടെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. ഓഹോ, സ്നേഹമുള്ള ഭാര്യയാണല്ലോ. സ്നേഹമുള്ള ഭാര്യയാണല്ലോ തന്റെ. എടോ, തനിക്ക് ശിവനെ അറിയോ? അറിയാം സാർ. ഏത് ശിവൻ? വീട്ടിൽ തേങ്ങ കെട്ടിക്കാൻ ശിവനല്ലേ? അതല്ല, പാർവതിയുടെ ഹസ്ബൻഡ്. ഓ അറിയാം, ജയറാം. അതല്ല, പിന്നെ ഈ താണ്ഡവ നൃത്തങ്ങളൊക്കെ ചെയ്യണം. ഓ മോഹൻലാലിന്റെ പടം താണ്ഡവം. എടോ ദൈവം എടോ പരമശിവൻ. ശിവൻ. ഓ പാമ്പ് ശിവൻ. പരമശിവൻ തലയിൽ പാമ്പക്കായിട്ട് അങ്ങേര് നൃത്തം ചെയ്യുമ്പോ ഒറ്റക്കാലിൽ നിന്നാ. ഓഹോ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയൂ. രണ്ടുകാലം പൊക്കി നൃത്തം ചെയ്താൽ മുട്ടി പോകും. ഓഹോ, ആള് കൊള്ളാലോടോ. എടോ, നമ്മളിനി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താൻ ആൻസർ പറയണം. എടോ, ഈ വില്ലൻ ചുമ എന്നാലും വില്ലൻ ചുമ എന്നാൽ എന്ത്? സാർ, സിനിമയിലെ വില്ലന്മാരായ ക്യാപ്റ്റൻ രാജു, ബാലൊക്കെ ചുമക്കിയാൽ വില്ലൻ ചുമ എന്ന് പറയില്ല സാർ. സാറിന് അടുത്ത ചോദ്യം ചോദിക്കും. എടോ, തനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്റെ സ്നേഹത്തെ പറ്റിയാണ്. സാർ നല്ല സ്നേഹമുള്ളവരാണ് സാർ ഞാൻ. അതെ, തനിക്ക് ഒരു അച്ഛനുണ്ടെന്ന് വിചാരിക്കും, സാർ ഉണ്ട്. ഒരു അമ്മയുണ്ടെന്ന് വിചാരിക്കും, തന്നെ അവര് കുട്ടിക്കാലത്ത് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. വിചാരിച്ചോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മ തന്നെ കുട്ടിക്കാലത്ത് ഭൂമിയെ പറ്റി പഠിപ്പിക്കുകയാണ്. അപ്പോൾ തന്റെ അമ്മ പറയാണ് ഭൂമി പരന്നതാണ്. തന്റെ അച്ഛൻ പറയാണ് ഭൂമി ഉരുണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ള മോനായ താൻ എങ്ങനെ അത് പഠിക്കും? എനിക്ക് അച്ഛനെയും പിടക്കാൻ പറ്റില്ല, അമ്മയും പിടക്കാൻ പറ്റില്ല. ബിക്കോസ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണല്ലോ. അപ്പം അച്ഛൻ പറയാണ് ഭൂമി ഉരുണ്ടതാണെന്ന്, അമ്മ പറയാണ് ഭൂമി പരന്നതാണെന്ന്. അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കും? എനിക്ക് രണ്ടുപേരും പിണക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഒരു ഫാദർ ഒരു മദർ. ഓക്കെ, അപ്പൊ ഞാൻ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? അച്ഛന്റെ ഭൂമി ഉരുണ്ടതാണ്, അമ്മയുടെ ഭൂമി പരന്നതാണ്. അച്ഛന്റെ ഭൂമി ഉരുണ്ടതാണ്, അമ്മയുടെ ഭൂമി പരന്നതാണ്. എങ്ങനെയാണ് സാർ? എടോ, ഇനി അടുത്തൊരു ചോദ്യം. ഒരു എലിയെ പിടിക്കുന്നത് എങ്ങനെയാ നോക്കാം. ഒരു സൈഡില് ഒരു എലിപ്പത്തായും വേറൊരു സൈഡില് ഒരു എലിയില്ലോണെന്ന് വെച്ചു. താൻ എങ്ങനെ എലി പിടിക്കും? താൻ എന്തുവാണോ ചോദിക്കുന്നത്? അങ്ങനെയല്ല, ഒരു എലിയെ നമുക്ക് എങ്ങനെ പിടിക്കാം? എലിപ്പത്തായവും വേറെ സാധനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ പിടിക്കാം? ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ എലി വരുന്ന വഴിയിൽ വല സൈഡിൽ ഉണക്കമീൻ വെക്കുക, ഇട സൈഡിൽ കപ്പ വെക്കുക. എലി വന്നെങ്കിൽ നോക്കും, ഉണക്കമീൻ കഴിക്കണോ കപ്പ കഴിക്കണോ, ഉണക്കമീൻ കഴിക്കണോ കപ്പ കഴിക്കണോ. അങ്ങനെ കൺഫ്യൂഷൻ ചെയ്യുമ്പോൾ തലക്കിട്ട് ഒരു അടി കൊടുത്ത പോലെ സാർ ചത്തൂല്ലേ? അങ്ങനെയും കൊല്ലാം. എടോ, ഈ ഉണക്കമീനും കപ്പ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഉണക്കമീനും കപ്പ ഇല്ലെങ്കിൽ വളരെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അതെ, ഉണക്കമീനും കപ്പ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എലി വരുമല്ലോ, എലി വരുമ്പോൾ നോക്കും ഉണക്കമീനോടെ പോയി കപ്പയോടെ പോയി, കപ്പയോടെ പോയി ഉണക്കമീനോടെ പോയി. അങ്ങനെ കൺഫ്യൂഷൻ ചെയ്യുമ്പോൾ തലക്കൊരു അടി കൊടുത്താൽ പോരെ സാർ? കംപ്ലീറ്റ് കിട്ടിയ. എടോ, അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ച് മഹാന്മാരെ പറ്റിയാണ്. ഒന്ന് മഹാത്മാഗാന്ധി, ശ്രീകൃഷ്ണൻ, യേശുക്രിസ്തു. ഇവരിലെല്ലാം പൊതുവായുള്ള ഒരു സ്വഭാവം, പ്രത്യേകത എന്താ? യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ 25. വളരെ കറക്റ്റാണ്.
ശ്രീകൃഷ്ണൻ കൃഷ്ണ ജയന്തി, Correct, correct, correct. മഹാത്മാഗാന്ധി ഗാന്ധി ജയന്തി. Correct. സാർ മൂന്നും ഒരു അവധി ദിവസത്തിലാണ് ജനിച്ചത്. മൂന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? ഓക്കെ എടോ, അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. ഈ ആനകൾക്കൊക്കെ പൊതുവെ ഹിന്ദുക്കളുടെ പേരാണ്. അതായത് ഗുരുവായൂർ കേശവൻ, ആറ്റുകാൽ രാധാകൃഷ്ണൻ എന്നിങ്ങനെയൊക്കെ. അതായത് ആനകൾക്കൊന്നും ഗുരുവായൂർ ജോസഫ് അല്ലെങ്കിൽ ആറ്റുകാൽ നസീർ ഒന്നും പേരിടുന്നില്ല. എന്താണ് കാരണം? സാർ ആനകൾക്കെല്ലാം ഹിന്ദുക്കളുടെ പേര് തന്നെയാണ് വളരെ എളുപ്പം. എന്താണ് കാര്യം? കാരണം ഒരു ക്രിസ്ത്യൻ ആന, അതായത് ആറ്റുകാൽ ജോസഫ് എന്ന് വയ്ക്കാം എങ്കിൽ ആ ആനയെ ഏത് കാലത്തിൽ വെച്ച് മാമോദിസ മുക്കും. ഓ, അത്രയും വലിയ കാര്യമില്ല. പിന്നെ മുസ്ലിം ആണെങ്കിൽ വീണ്ടും കുഴയും, അവന്റെ പൊന്നാനി കൊണ്ട് തൊപ്പിടും സാറ് പോവും. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. 8 വാക്കിലോ? ഒറ്റ വാക്കിൽ. സിനിമയിൽ ഉള്ള ഒരു ജീവി. സിനിമയിൽ അഭിനയിക്കും ജീവി? അതെ, ചിരഞ്ജീവി. കറക്റ്റ് ഉത്തരം. കറക്റ്റ് ആണ്. എടോ, ഞാൻ അടുത്തൊരു ചോദിക്കാം. തനിക്ക് മലയാളത്തിലെ പാട്ടിലൊക്കെ അറിയുള്ളൂ? മലയാളത്തിൽ പാട്ടിൽ അറിയാം സാർ. കേട്ടില്ലേ കൊട്ടേത്തരും. ഡാൻസ് ഒന്നും കളിക്കണ്ട, ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഡാൻസ് ഒന്നും വേണ്ട, അധികം ചടങ്ങ് വേണ്ട, മനസ്സിലായല്ലോ? ഞാനൊരു പാട്ട് പാടും, ആ പാട്ടിനെ പറ്റി തന്റെ അഭിപ്രായം എന്താണെന്ന് പറയണം. ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ പാട്ട് പറ്റി തന്റെ അഭിപ്രായം എന്താ? സാർ, ഈ പാട്ട് വളരെ നല്ല പാട്ടാണ്. പക്ഷേ ഈ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ കുത്തുവാളെടുത്ത് കളസം കയറി പോകും. അതായത് 1 കിലോ ശർക്കര എത്രയെന്ന് അറിയാമോ? കിലോ 20 കിലോ 1 കിലോ ശർക്കരക്ക്. ആ ശർക്കര കൊണ്ട് പന്തലിടണം. ആ പന്തലിടണം തന്നെ പ്രൊഡ്യൂസറിന്റെ പകുതി കാശ് തീരും. പിന്നെ തേൻ മഴ പെയ്യിപ്പിക്കണം. ഒരു ഫയർ എഞ്ചിൻ നിറച്ച് തേൻ നിറച്ചിട്ട് മഴ പെയ്യിപ്പിക്കണം. അപ്പൊ തന്നെ പ്രൊഡ്യൂസറിന്റെ കുറച്ച് കാശുകൾ പോയി കിട്ടും. പിന്നെ ഇതെല്ലാം നമുക്ക് പോട്ടെ വയ്ക്കാം. അതിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ആ രാജകുമാരന്റെ കാര്യമോ? ഉറുമ്പ് കടിച്ച് അതിനെ കൊല്ലില്ലേ സാർ? ഉത്തരം കറക്റ്റ് ആണ്. വളരെ വളരെ നല്ലൊരു വ്യക്തിയാണ് കേട്ടോ സാർ. എടോ, എന്നാൽ ഞാൻ വേറൊരു പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ജില്ലയിലെ ജില്ലയിലെ ധുംകനക്കന ജില്ലയിലെ 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 ധുംകനക്കന ജില്ലയിലെ. മതി. ഡാൻസ് ഒന്നും വേണ്ട കേട്ടോ. ഈ പാട്ടിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ്? ഈ പാട്ട് കംപ്ലീറ്റ് തെറ്റാണ്. എടോ, ഇത് വലിയ മഹാന്മാരായ കവികൾ പാടുപെട്ട് ഉറക്കമൊഴിച്ച് എഴുതിയ കവിതയാണ് ഇത്. ഈ 3 വരിയാ? അതെ. ജില്ലയിലെ ജില്ലയിലെ ജിന്തണ്ണക്കെന്ന ജില്ല, അങ്ങനെ ജില്ല ഉണ്ടോ സാർ? ജില്ലയില്ല. ഞാൻ ഈ പാട്ട് എഴുതിയാൽ ഇങ്ങനെ എഴുതോളൂ. ജില്ലയിലെ ജില്ലയിലെ കോട്ടയം ജില്ലയിലെ 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 തിരുവനന്തപുരം ജില്ലയിലെ. അത് ശരി, കൊള്ളാം. എടോ, ഇനി തന്റെ ഹിന്ദിയിലെ ജ്ഞാനം ഒന്ന് നോക്കാം. പട്ടാളത്തിൽ ചേരാൻ ഹിന്ദി വളരെ 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 അത്യാവശ്യമായ ഒരു കാര്യമാണ്. തന്നെ പ്ലേസ് ചെയ്യുന്നത് ചിലപ്പോൾ കാശ്മീരിലൊക്കെ ആയിരിക്കും. അപ്പോഴവിടെ മലയാളം പറഞ്ഞുകൊണ്ട് ചെയ്താൽ പറ്റില്ല, ഹിന്ദി തന്നെ അറിയണം. എടോ, ഒരു വാക്യം ചോദിക്കാം, അതിന്റെ അർത്ഥം പറയണം. ഈ ആനെ വാലെ പൽ എന്ന് പറഞ്ഞാൽ എന്താണോ സാർ? ഇത് മലയാളമല്ലേ സാർ? ആന വാല് പല്ല്. ഹിന്ദി. മണ്ടത്തരം ചോദിക്കാതെ ഹിന്ദിയിൽ ചോദിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. സോറി സാർ. എന്നാ എന്റെ വക എന്താ പിടിച്ചോ? ദിൽ ഹേ കി മാതാ നഹി എന്ന പാട്ടിനെ താനെന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം ഓഫ് ദ ഇന്ത്യ. കറക്റ്റ്. ഓക്കെ. ദിൽ എന്ന് വെച്ചാൽ ഹൃദയം. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ് ആണ്. നഹി എന്ന് വെച്ചാൽ പാടില്ല. ഇതുവരെ കറക്റ്റ് ആണ്. ഹൃദയത്തിലിട്ട് മാന്തരുത്. ഉത്തരം തെറ്റാണ്. അടുത്ത ചോദ്യം. ഒരു പട്ടാളക്കാരൻ ചില സമയത്ത് കുറച്ച് ആക്ട് ഒക്കെ ചെയ്യേണ്ടി വരും. ആക്ട് ഓഫ് വേൾഡ്. അതെ. അപ്പോൾ തൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ തരികയാണ്. തനിക്ക് പെട്ടെന്ന് ഒരു വഴിപാണിക്കാരനായിട്ട് ഒന്ന് പെർഫോം ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ താനത് എങ്ങനെ ചെയ്യും? പട്ടാളക്കാരൻ എന്താണ് വഴിപാണിയുമായിട്ട് ബന്ധം? ഇങ്ങോട്ട് ചോദ്യം വേണ്ട, അങ്ങോട്ട് ചോദ്യം. തനിക്ക് ആൾമാരോട്ടൊക്കെ ചെയ്യേണ്ടി വരുമോ ചില സമയത്ത്? അതെ, പട്ടണ പ്രവേശനത്തിൽ ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. അതെ. അതെ. അപ്പോൾ ഒരു വഴിവാണിപ്പം. അതെ. സുഹൃത്തുക്കളെ, എന്റെ കയ്യിൽ കഴിക്കുന്ന കട്ടുറുമ്പിനെ ആനേക്കാം, ആനെ പൂനേക്കാം, പൂനെ ചേനേക്കാം, മനസ്സിന്റെ മാസ്മര ശക്തികൾ കെടുത്താം. നിൽക്കുമ്പോൾ ഇരിക്കണമെന്നും ഇരിക്കുമ്പോൾ കടക്കണമെന്നും കടക്കുമ്പോൾ തകരപ്പാട്ട വരിക്കുന്ന ശബ്ദം. രഹസ്യരോഗങ്ങൾക്ക് പരസ്യമായി കടന്നു വരാം. ആനയ്ക്ക, എരുമേലി, കൊറോട്ടി, കൊതമംഗലം, കാസർഗോഡ് മുതലായ വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ച ഞങ്ങൾക്ക് ഒരു 10 പൈസ, ഒരു 50 കാശ് ഞങ്ങൾക്ക് വേണ്ടിയില്ലേ? ശ്രീനാഥ് സ്വാമിക്ക് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കള്ളിയാണ്, പൊള്ളിയാണ്, ചതിയാണ്, വഞ്ചനയാണ്. അല്ല സാർ.
ഞങ്ങളുടെ ഭാഷയിൽ ചില പഠിക്കുന്നു, പരീക്ഷ പാസ്സാവുന്നു, നിങ്ങൾ പോകുന്നു, മടങ്ങി ഒരു പത്രത്തിൽ പരസ്യം ചെയ്യുന്നു, നിങ്ങളെ വശീകരിക്കുന്നു. എന്നാൽ നിങ്ങൾ പല്ലെടുക്കാൻ സമീപിക്കുമ്പോൾ നിങ്ങൾ വാവിട്ട് വീട്ടിലേക്ക് ഓടുന്നു. അയ്യോ വാവിട്ട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കയ്യിൽ വടിയെടുത്ത് വായിൽ പിടിപ്പിടിക്കുമ്പോൾ പല്ല് പുഷ്പം പോലെ ഇളകിപ്പോകുന്നു. അങ്ങനെ 32 പല്ലും ഒരുമിച്ചെടുക്കുന്നവർക്ക് നമ്മുടെ കമ്പനി വക സാമ്പിൾ ടൂത്ത് ബ്രഷ് ഫ്രീ. എങ്ങനെയുണ്ട് സാർ? മതിയാണോ? വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ.